Welcome to Mira's English Hub. HSA ഇംഗ്ലീഷിന്റെ നോട്ടിഫിക്കേഷൻ അരികത്തെത്തി നിൽക്കുകയാണ്. മീരാസ് ഇംഗ്ലീഷ് ഹബ് HSA ഇംഗ്ലീഷിന്റെ സക്സസ് മന്ത്രയുമായിട്ട് ഇന്ന് 7 മണിക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നു. എങ്ങനെയാണ് നമ്മൾക്ക് HSA ഇംഗ്ലീഷ് എക്സാമില് ടോപ്പ് 5 എത്താനായിട്ട് സാധിക്കുക? ആ ഒരു സീക്രട്ട് ആണ് ഇന്ന് 7 മണിക്ക് അൺലോക്ക് ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ഒരു ഫ്രീ ഓറിയന്റേഷൻ സെഷനിലൂടെ നിങ്ങൾക്ക് HSA ഇംഗ്ലീഷ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സംശയങ്ങളും മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് 2015 ഓൺവേർഡ്സ് നമ്മളുടെ കയ്യിലുള്ള ഒരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിലബസ് എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്ട്രാറ്റജിക്കലി എങ്ങനെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, ഏത് ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്ത് മാക്സിമം ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, PYQs ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയാസ് ആണ് വന്നിട്ടുള്ളത്, ഓൾഡ് സ്റ്റുഡൻസിന് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണ്, അതൊരു എക്സ്പീരിയൻസ്ഡ് ടീച്ചറിനെ മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുക. HSA ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് കോച്ചിങ് കൊടുത്തത് കൊണ്ട് തന്നെ അവരുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, എന്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ പോലും റാങ്കിൽ എത്തിയില്ല, അവർക്ക് പറ്റിയിട്ടുള്ള ആ മിസ്റ്റേക്സ് നിങ്ങൾക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ സിലബസ് ചേഞ്ച് ആകുമോ, ബേസിക് ക്വാളിഫിക്കേഷൻ HSA ഇംഗ്ലീഷിന്റെ എന്താണ്, അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഇനി മാറുകയാണെങ്കിൽ? 99% എക്സാം സിലബസിൽ ചേഞ്ച് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ല. ഇനി എക്സാമിന്റെ സിലബസ് ചേഞ്ച് ആവുകയാണെന്നിരിക്കട്ടെ, ഏതൊക്കെയാണ് സ്റ്റാറ്റിക് പോർഷൻസ്, എങ്ങനെയാണ് നമ്മൾക്ക് സ്റ്റാറ്റിക് പോർഷൻസിൽ ആ ഒരു മാസ്റ്ററി കൊണ്ടുവരാനായിട്ട് സാധിക്കുക? അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് എങ്ങനെയാണ് നമ്മൾക്ക് റാങ്ക് മേക്കിംഗ് അല്ലെങ്കിൽ റാങ്ക് മേക്കർ ആയിട്ട് മാറാനായിട്ട് സാധിക്കുക? എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് HSA ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ റെക്കമെൻഡഡ് ബുക്സ് ഏതാണ്, റെഫറൻസസ് ഏതാണ്, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ട്രഡീഷണൽ മെത്തേഡ്സ്, അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഓറിയന്റേഷൻ സെഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മീരാസ് ഇംഗ്ലീഷ് ഹബ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിന്റെ സ്റ്റോർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കോഴ്സസ് കാണാനായിട്ട് പറ്റും. അവിടെ HSA ഇംഗ്ലീഷ് ഫ്രീ കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് കാണാം. ക്ലിക്ക് ചെയ്യുക. ഈ കോഴ്സിൽ 5 to 10 ടോപ്പിക്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. 3 ദിവസത്തേക്ക് വാലിഡിറ്റി ഉണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഇന്ന് 7 PM HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് സെഷനും അവൈലബിൾ ആകുന്നതാണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.